അങ്ങനെ ബസ് ഇതിൽ കൂടെ വന്നിട്ടാ അവരൊക്കെ ബസ് കയറാൻ വേണ്ടി. പക്ഷെ ഇവിടുത്തെ ചെറിയൊരു മാടക്കടയാണ്. ട്രൈബൽസ് ആണ് തോന്നുന്നു, അവരെ വില്ലേജ് ആണ് തോന്നുന്നു. അവർ ബസ് കാത്ത് നിൽക്കുക. വീട് കണ്ടോ, ഇവിടുത്തെ കൃഷി ചെയ്യുന്ന ആളുകളുടെ വീടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് വയനാടിൻ്റെ അതിർത്തിയിലുള്ള തമിഴ്നാട്ടിൽ പെടുന്ന ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അതെല്ലാം ആശ്രയിക്കുന്ന ചെറിയൊരു ടൗൺ, അത് ചെറിയൊരു പട്ടണം. അതാണ് ഈ അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു 2.5-3 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് 2-3 സ്ഥലങ്ങളായിട്ട് ഈ കേരള, അതായത് വയനാട് നീലഗിരി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. ചെറിയ സ്ഥലങ്ങൾ, അതായത് നമ്മളധികം ആരും കാണാത്ത സ്റ്റേറ്റ് ഹൈവേയിൽ വരുന്ന ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത് ചെറിയ ഗ്രാമങ്ങളിൽ, അതായത് ആ ഗ്രാമം കേരളത്തിലും പകുതി ഭാഗം തമിഴ്നാട്ടിലും പകുതി ഭാഗമായിട്ടുള്ള 1-2 ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ആ ഒരു ബോർഡർ പ്രദേശം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നിൽക്കുന്നത് അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ബസ്സുകളും അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ ബസ്സുകളും ഒരേപോലെ സർവീസ് ഉണ്ട്. അതായത് ബത്തേരി നിന്ന് ഇവിടേക്ക് വന്നു പോകുന്ന 2-3 സർവീസ് ബസ്സുകളുണ്ട്. ഒരു 3 റൂട്ടുകളിലൂടെയായിട്ട് വന്നു പോകുന്ന ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഗൂഡല്ലൂർ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ബസ് റൂട്ടുകളല്ല, പക്ഷേ ഇതൊരു ഇൻറ്റീരിയർ പ്ലേസിലുള്ള ചെറിയ 2 ബോർഡർ സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാനും ഇതുവരെ കാണാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്കൊന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അയ്യങ്കൊല്ലി ടൗൺ മുൻഭാഗത്തേക്കാണ്. അത്ര വലിയൊരു ടൗണല്ല, ചെറിയൊരു ടൗൺ, 3 കൂടുന്ന ഒരു ജംഗ്ഷൻ. ഇവിടെ പിന്നെ ചെറിയ ബാങ്കൊക്കെ ഉണ്ട്. ബാങ്ക് മീൻസ് ശക്തി തുടക്ക വേലാൺമ കൂട്ടുറവ് കടൻ, അതായത് സൊസൈറ്റി ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ബാങ്കിൻ്റെ ഒരു കെട്ടിടമൊക്കെ കാണാം. അതിന് തൊട്ടിപ്പുറത്ത് ഈ ഒരു സ്കൂളുണ്ട്, സെൻറ്റ് തോമസ് കത്തോലിക്ക പള്ളിയുണ്ട്, അതായത് ചർച്ചുണ്ട്, അതിനോടനുബന്ധമായിട്ടൊരു സ്കൂളും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളൊക്കെ ഉള്ള സ്ഥലമാണ്. അത് ചെറിയ പഞ്ചായത്ത് യൂണിയൻ സ്കൂളായിരിക്കാനാണ് സാധ്യത. അതായത് നടുനിലപ്പള്ളി ഹൈസ്കൂളാണ്. ഒരു ഹൈസ്കൂളിൻ്റെ കവാടമൊക്കെ കാണാം. അതിന് മുമ്പോട്ട് 2 സൈഡിലേക്ക് റോഡ് കടന്നു പോകുന്നു. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗത്തോടെ പോയി കഴിഞ്ഞാൽ ചെറിയ ഗ്രാമങ്ങളുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ബോർഡർ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് കക്കൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് ഫസ്റ്റ് പോകുന്നത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് വീണ്ടും ചെക്ക് പോസ്റ്റുള്ളൊരു സ്ഥലം ഉണ്ട്, അതും കൂടെ പറ്റിയാൽ അതും കൂടെ കാണാം. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു. ഈ റോഡിലൊരു 2-3-4 കിലോമീറ്റർ പോകുമ്പോൾ ഒരു ഗ്രാമമുണ്ട്, അവിടെ ഒരു ബോർഡറാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് കക്കൂണ്ടി എന്നാണ്. പിന്നെ അവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യമാണ്. അതായത് തേയിലപ്പൊടി ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കുറേ പേര് ഓർഡർ തരുന്നുണ്ട്. അപ്പോൾ ഇനിയും വാങ്ങാത്തവർ കൂടുതൽ നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരിക. പിന്നെ ഇതൊരു ബിസിനസ്സായിട്ട് കാണരുത് കേട്ടോ, ഇത് വലിയൊരു ബിസിനസ്സൊന്നുമല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാവൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് വലിയൊന്നുമില്ല, ഒരു സപ്പോർട്ട്, അതായത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുവേണ്ടി ചെറിയൊരു സംരംഭം, ഒരു ഓപ്ഷൻ. നമുക്കിപ്പോൾ ചില ആൾക്കാരൊക്കെ നമുക്ക് ചെറുതായിട്ട് പൈസ തന്ന് സഹായിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ചിലവിനൊക്കെ വേണം നമ്മൾ ചെറിയ സഹായം ചെയ്യും. അപ്പം അങ്ങനെ നമ്മളൊരു വെറുതെ ഒരു പൈസ മേടിക്കുന്നതിനേക്കാളും നല്ലത് ചെറിയൊരു ബിസിനസ് ചെയ്തിട്ട് അതിന് ഒരു പൈസ മേടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിരുന്നാൽ പോലും നമുക്ക് ചെറുതായിട്ടൊക്കെ പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂരിലുള്ളൊരു സാക്കിർ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. പുള്ളി ചെറുതായിട്ട് നമ്മളെ സഹായിച്ചിരുന്നു. പിന്നെ നമ്മുടെ വിജയ് സാർ അമേരിക്കയിൽ നമ്മളൊരു ചേട്ടായി, പുള്ളി നമ്മളിതുപോലെ ചായപ്പൊടിയൊക്കെ നാട്ടിലുള്ള അഡ്രസ്സിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്ട്രാ പൈസയൊക്കെ നമുക്ക് കിട്ടുന്ന നമ്മളെ ഒരു ട്രാവലിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അതായത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ മറ്റു ചിലവർ ചായപ്പൊടിൻ്റെ വില കമ്പയർ ചെയ്തിട്ട് ഇത് 10 രൂപ കൂടുതൽ 20 രൂപ കൂടുതൽ എന്ന് കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് ആൾക്കാർ പല വിധമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, നമ്മളൊരു ട്രാവൽ അലവൻസിന് വേണ്ടിയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു സപ്പോർട്ട് തരണം. അപ്പോൾ അതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റോഡൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് ഇത് മുമ്പൊക്കെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടൊക്കെ അത്ര ലെവലല്ലെങ്കിലും ടാറിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ ഇതുവഴി ഉള്ളത്.
കൂടുതലായിട്ട് വണ്ടികളൊന്നും ഇതിൽ സർവീസ് ഒന്നും ഉണ്ടാവില്ല. ബസ് സർവീസുകളൊക്കെ കുറവാണ്. ബസ്സൊന്നും അങ്ങനെ ഓടാത്ത സ്ഥലമാണ്. പക്ഷെ കുറച്ചൊക്കെ ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. കാരണം ഒരുപാട് താമസക്കാർ വീടുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ റോഡും ഒന്ന് മെച്ചപ്പെട്ടു. ഇതിലൂടെയുള്ള വാഹന സർവീസുകളൊക്കെ കൂടി വരുന്നുണ്ട്. 1-2 ബസ് റൂട്ട് സർവീസ് മാത്രമേ ഇതിലേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രൈവറ്റ് വാഹനങ്ങൾ, അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷകളൊക്കെ സർവീസ് നടത്തുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അയ്യങ്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഇപ്പോൾ നമ്മൾ കണ്ട ടൗണ്, അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഗൂഡല്ലൂരാണ്. ഇത് ഏറ്റവും കുറച്ച് അടുത്ത് നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയാണെന്നാണ് പറയാം. കാരണം വയനാടിനോടാണ് ഇത് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടുന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ഒരു 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ. അതേസമയം ഗൂഡല്ലൂരിലേക്ക് ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരും. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഷോർട്ട് വഴികളുണ്ട്. ഷോർട്ട് വഴികൾ ഉൾഗ്രാമങ്ങളിലൂടെ ഒക്കെ പോകുന്ന പോക്കറ്റ് റോഡുകളൊക്കെ കയറി പോകുന്ന വഴികളൊക്കെ ഉണ്ട്. ഷോർട്ട് വഴികളോട് യാത്ര ചെയ്യുകയാണെങ്കിൽ ദൂരം കുറയും. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടിന് പോയി കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും സുൽത്താൻ ബത്തേരി എത്താൻ പറ്റും. അതേസമയം മെയിൻ റോഡിന് പോകുകയാണെങ്കിൽ ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. അതാണ്. ഇവിടെ കുറെ യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടാ. ഇത് മഞ്ഞളമൂല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകണം നമ്മൾ. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി. ഇവിടെ ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതും ഇപ്പോൾ ഇവിടെ നമ്മൾ അറിയപ്പെട്ട സ്ഥലങ്ങളൊന്ന് അയ്യങ്കൊല്ലി, എരുമാട് എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഈ എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് വഴിയാണിത്. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ ഒരു ചേട്ടൻ മാത്രമുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് റോഡ് പോകുന്നതാണ് ഇടത്തോട്ട്. ഇത് നമ്മൾ വന്ന റോഡാണ്. ഇപ്പുറത്തേക്ക് റോഡ് പോകുന്നതാണ്. ഇതാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബസ് സർവീസ് നടത്തുന്ന ഒരു റൂട്ട്. KSRTC ബസ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചീരാൽ വഴി ഇതുവഴി വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് അയ്യങ്കൊല്ലി വരെ പോയിട്ട് മടങ്ങി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ ആ ഒരു ബസ് മാത്രമേ ഇതിലുള്ള സർവീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡിന് പോയി കഴിഞ്ഞാലും ഒരു ബോർഡർ ഉണ്ട്. അതായത് പൂളക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ചെറിയൊരു വില്ലേജ്. ആ വില്ലേജ് കടന്ന് ഇപ്പുറത്തേക്കും തമിഴ്നാടും കേരളമൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗ്രാമം. അപ്പം അതും നമുക്ക് പോകണം. ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്തോട് മുമ്പോട്ട് പോയിട്ട് നമ്മുടെ കക്കൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ പോയി കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നിട്ട് നമുക്ക് ഈ റൂട്ടിന് പോകാം എന്ന് ഇതാക്കാം. പക്ഷേ അവിടെ പോയിട്ട് വല്ല പ്ലാനിങ് മാറുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പോയി നോക്കാം. അല്ല, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതായത് യൂക്കാലിപ്റ്റസ് മരങ്ങളോട് ഒരുപാടുണ്ട്. പിന്നെ ഈ മഴക്കാലത്ത് ഈ മലമ്പ്രദേശങ്ങളിൽ കുന്നുകളിലൊക്കെ വളരുന്ന പുല്ല് അതുകൂടെ ഒരുപാട് വളർന്നിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ ഈ കുന്നുപോലെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നിറച്ചും യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരു വശത്തേക്ക് തന്നെയാണ് കേട്ടോ കാഴ്ച. യൂക്കാലിപ്റ്റസ് മരങ്ങൾ, പുൽമേടുകൾ. ഈ ഭാഗത്ത് ഇങ്ങനെയാണെങ്കിലും മറ്റേ ഭാഗത്ത് മൊത്തം കൃഷിയാണ്. അതായത് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം എല്ലാ കൃഷികളുണ്ട്. ഇവിടെ സാധാരണ കണ്ടുവരുന്ന എല്ലാ അടയ്ക്ക, കവുങ്ങ്, കുരുമുളക്, വാഴ, ഈ കൃഷിത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നുണ്ട്. ഈ സൈഡിലേക്ക് ഇങ്ങനെ പുൽമേടും ഒക്കെ ആയിട്ടുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് എത്താനായിട്ട്. ഇവിടെ ബസ് സർവീസ് ഉണ്ട്. അതാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബസ് വെയിറ്റിംഗ് ഷെഡുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അതായത് ഇവിടെ മുന്നിൽ കാണാം, ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കണ്ടില്ലേ ചെക്ക് പോസ്റ്റ്. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് കടന്നു. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് കടന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് കേരളമാണ്. കേരളത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഗ്രാമം, നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ചെറിയൊരു സ്ഥലമാണിത്.
കക്കോണ്ടി എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിൻ്റെ ഭാഗത്ത് പെടുന്നതാണിത്. ഇവിടുന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കോളിമൂല എന്ന് പറഞ്ഞൊരു സ്ഥലമാണുള്ളത്. ചെറിയൊരു അങ്ങാടിയാണ്, ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡും പിന്നെ അടഞ്ഞെടുക്കുന്ന 2-3 കടകളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത്. പിന്നെ ഈ ഗ്രാമത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാനുള്ള റോഡുകളൊക്കെ ഇങ്ങനെ കാണാം. അത് ടാറിങ് റോഡൊന്നുമില്ല, എല്ലാം ഈ കല്ല് പതിച്ച് വെച്ചിരിക്കുന്ന റോഡൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഞാനിപ്പോൾ കോളിമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഇതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കോളിമൂല. ഞാനിവിടെ നിന്ന് ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഇവിടെ കടകളൊന്നുമില്ല. ഇവിടെ ഉള്ള 1-2 കടകൾ വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ. ഈ കോളിമൂല എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികളൊക്കെ നടക്കുന്നത് മുമ്പോട്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മോഹൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടന് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് അല്ലേ? ഇവിടെ വന്നിരിക്കും അല്ലേ? ഇവിടെ വന്നിരിക്കും. അപ്പോൾ ആരെങ്കിലും വന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചേട്ടന് ഇവിടുന്ന് ഇപ്പോൾ രാവിലെ എണീച്ച് ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഈ പരിസരത്തുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറമ്പിലെ ജോലികളുണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കും. അപ്പോൾ ചേട്ടൻ പോകും. ഇന്നൊന്നും ഇല്ല അല്ലേ? ഇന്നൊരു പണിയില്ല. അപ്പോൾ ചേട്ടൻ ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ബസ് സർവീസ് ഉണ്ടല്ലോ, ഗൂഡല്ലൂർ ടു ഈ സ്ഥലത്തിൻ്റെ ബോർഡർ തന്നെ വരുന്ന ഒരു ബസ്സുണ്ട്. ആ ബസ് വന്ന് തിരിക്കുന്നതാണ്. അപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നകത്തേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചിട്ടാണ് ആ ബസ് പോകുന്നത്. അപ്പോൾ അത് ഇതുവഴിയുള്ള ഒരു മെയിൻ ബസ് റൂട്ടാണ്. അപ്പോൾ ആ ബസ് ഇച്ചിരി മുമ്പോടെ വന്ന് തിരിച്ച് പോയി. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും. ഇന്ന് വേറെ ബസ് വരുമോ? ഒരു വൈകുന്നേരത്തെ ട്രിപ്പ് കൂടെ അത്ര. അപ്പോൾ രാവിലെ വൈകിട്ട് ഒരു ട്രിപ്പ് ഗൂഡല്ലൂരിൽ നിന്ന് ഇതുവരെ വന്ന് പോകുന്നൊരു ബസ്സുണ്ട്. പിന്നെ കേരളത്തിൻ്റെ സർവീസ് ഇങ്ങോട്ട് ഇല്ല എന്നാണ്. അതായത് കേരളത്തിൻ്റെ ഭാഗം കോളിമൂല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ടുള്ള കൃഷി ഒക്കെ നടക്കുന്നതൊക്കെ ആ ഭാഗത്താണ്. പിന്നെ മാത്രമല്ല ഇവിടുന്ന് ഈ റോഡ് ജസ്റ്റ് ഒരു 3-4-5 എത്ര കൃത്യമായിട്ടല്ല, എന്തായാലും 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിട്ടുള്ള ചുള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ റോഡ് ചെന്ന് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്രൈബൽ കോളനി അങ്ങനത്തെ ചില സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ കൂടുതലായിട്ടും കൃഷി നടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ വീടുകളൊക്കെയാണ് കൂടുതലുള്ളത്, നമുക്ക് കാണാൻ പറ്റും. ഇതുവഴി കുറച്ച് ദൂരം നമുക്ക് പോയിട്ട് ഇവിടുത്തെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസുകളൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. ഒരു ചായ എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിയത്. ഞാൻ ഓർത്തത് ഈ ചെക്ക് പോസ്റ്റിൻ്റെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കടകളൊക്കെ ഉണ്ടാവും ഈ സമയത്ത്. പക്ഷേ കടകളുണ്ട്, പക്ഷേ കട ഒന്നും തുറന്നിട്ടില്ല. അതായത് വൈകുന്നേര സമയത്ത് ഇവിടെ ആളിറങ്ങുന്ന സമയത്ത് ഈ ഒരു പിന്നെ കടകളൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ. ഇവിടെ അങ്ങോട്ട് താഴേക്ക് ചെറിയൊരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വയൽ പ്രദേശമായിരിക്കാനാണ് സാധ്യത. പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ നല്ലൊരു നെൽപ്പാടം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതായത് വയൽ പ്രദേശം. ഇവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലേ, അതിൽ ഇരിപ്പിടമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പാടാണ്, നെൽപ്പാടം. നെല്ല് സീസൺ ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നെല്ലാണ്. ഇപ്പോൾ ഈ മുന്നോട്ടുള്ള കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുള്ളിയോടായി. ഈ വയൽ പ്രദേശം, വയൽ ഒരുപാട് ദൂരത്തേക്ക് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കണ്ണെത്താ ദൂരം വരെ അങ്ങോട്ടും വയൽ തന്നെ. ഈ റോഡിൻ്റെ ഇപ്പുറത്തെ വശത്തേക്കും വയൽ തന്നെയാണ്. അവിടെ അങ്ങോട്ട് കാണാം, അതുവരെ ഉണ്ട്. ഈ സ്ഥലത്തിന് വേറൊരു പേരുണ്ട് കേട്ടോ, പണ്ണിയറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ അവിടെ വീട് കാണാമല്ലോ, ആ വീട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടന് പിന്നെ ഒക്കെ ഇവിടെ എല്ലാ ആളുകളും ഈ പരിസരത്തുള്ള വയൽ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നവരായിരിക്കും, സ്വന്തമായിട്ട് കൃഷിയുള്ളവരായിരിക്കും. അപ്പോൾ ചേട്ടനിപ്പോൾ അവിടെ എന്തൊക്കെയോ പണിസ്ഥലത്തേക്കുള്ള സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ആ റോട്ടിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് പുള്ളിൻ്റെ വയലിലേക്ക്. നമ്മളിപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിട്ട്
ഇപ്പം നമ്മൾ പോണത് ഇവിടെ തന്നെ മറ്റൊരു ബോർഡറുള്ള ഒരു സ്ഥലമുണ്ട്, മറ്റൊരു ചെക്ക് പോസ്റ്റുള്ള സ്ഥലം. അതായത് വയനാട് ജില്ലയിലെ അവസാനത്തെ ഒരു അതായത് ബോർഡറിലുള്ള ഒരു ചെറിയൊരു പട്ടണമായിട്ടുള്ള ചീരാലിലേക്ക് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം, തമിഴ്നാടായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം. അവിടേക്കാണ് ഇപ്പം നമ്മൾ പോണത്. ഒരു റോഡ് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്ന റോഡ്. ഈ റോഡോട് പോയി കഴിഞ്ഞാൽ ചീരാലിലേക്ക് പോകാൻ പറ്റും. അതുവഴി നിന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റും കടന്നിട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ അകത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് കേരളത്തിലേക്ക് കടക്കാൻ, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കാൻ പോകുന്നതാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ചു വന്നതാണ് ഞാൻ. തിരിച്ചു വന്ന് ഇപ്പുറത്തേക്ക് റൂട്ടിലേക്ക് കയറി ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിച്ചു. തൊട്ട് പുറകിലാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. അത് ചെക്ക് പോസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിൽ വലിയൊരു ഇതൊന്നുമില്ല. ഒരു 2 പോലീസുകാരുണ്ട്, പിന്നെ അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പിന്നെ ഒരു ചെറിയൊരു പോസ്റ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. കാരണം ഇതിലൂടെ ഒന്നും വണ്ടി അങ്ങനെ പാസിങ് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതുവഴിയൊന്നും അങ്ങനെ റോഡുണ്ടാ തന്നെ അറിയാം. ചെറിയ വീതി കുറഞ്ഞ ചെറിയ റോഡാണ്. പിന്നെ അത്ര വലിയ ഏരിയകളൊന്നുമല്ലല്ലോ, എല്ലാം ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഏരിയകളാണ്, ഉൾഗ്രാമങ്ങളാണ്. ഒരുപാട് ഡിസ്റ്റൻസിൽ വീടുകളും വളരെ കമ്മിയായിട്ടുള്ള പോപ്പുലേഷനും ഒക്കെയുള്ള സ്ഥലം. പിന്നെ കൂടുതലായിട്ടും പറമ്പുകളാണ്, അതുപോലത്തെ പറമ്പ് പ്രദേശങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ ചായത്തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി കേരളത്തിൽ കടന്നോ തമിഴ്നാട്ടിൽ തന്നെ ആണോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും ചെക്ക് പോസ്റ്റ് ഞാൻ കടന്നിട്ടുണ്ട്. കാരണം ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയിട്ടാണ്. ഇതിപ്പോൾ ഇവിടുന്ന് 2 റോഡ് പോകുന്നുണ്ട്. അത് അവിടെ നമ്പ്യാർകുന്ന് റോഡ്, നമ്പ്യാർകുന്നിലേക്കും പോകാൻ പറ്റും, പൂളക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. നമ്പ്യാർകുന്നിലേക്ക് 3 കിലോമീറ്റർ ദൂരം. അപ്പോൾ നമുക്ക് വേണമെച്ചാൽ നമ്പ്യാർകുന്ന് റൂട്ടിന് പോകാം. നമ്പ്യാർകുന്നിന് പോയാലും അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് അതും വേണമെച്ചാൽ ഒന്ന് കാണാം. ഇല്ല ചീരാൽ വഴി എങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ നമുക്ക് ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഉടനെ വണ്ടി തിരിക്കാം. അതിന് മുമ്പ് ഇവിടെ ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഏതായാലും പൂളക്കുണ്ട് എന്ന് പറഞ്ഞ പൂളക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം വഴി നമ്മൾ ചീരാലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ കണ്ടോ, ഇത് ഇവിടുത്തെ കടയാണ്. അടഞ്ഞടക്കണം. ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി തോന്നുന്നു. അതിനി തുറക്കാറില്ല എന്നും അറിയില്ല. പക്ഷെ ഇവിടുത്തെ ചെറിയൊരു മാടക്കടയാണ് സംഭവം. പോവാം. അപ്പോൾ ഈ റോഡിലൂടെയാണ് ഇനി നമ്മൾ പോണത്. ഒരു എത്ര കിലോമീറ്റർ എന്നല്ല, 3-4-5 കിലോമീറ്റർ കാണുമായിരിക്കും. തേയിലപ്പൊടി ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് അയക്കണേ. മെസ്സേജ് മീൻസ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം. ഓക്കെ. അതേപോലെ തന്നെ ഊട്ടി ബർക്കി, പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ബന്ധപ്പെടണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മുടെ ചെറിയൊരു സംരംഭമാണ്. അപ്പോൾ ഇതുവഴി ബസ് സർവീസ് ഉണ്ട്. ആൾക്കാരുണ്ടോ ബസ് കാത്ത് നിൽക്കുന്നത്? അങ്ങനെ പോവാം. ഇതന്നെയാണോ വഴി? പൂളക്കടവ് ചീരാൽ, പൂളക്കടവ് എന്താ പൂളക്കുണ്ട്. ഇതാണ് പൂളക്കുണ്ട്. ആ ചീരാല് നേരെ പോയാൽ. അപ്പോൾ പൂളക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, സംഭവങ്ങളൊന്നുമില്ല. മീൻസ് നമ്മളവിടെ 2 പെട്ടിക്കട ഉണ്ടല്ലോ, അതൊക്കെ പൂളക്കുണ്ടാണ്. അപ്പോൾ വേറൊരു അങ്ങാടി ആയിട്ടൊന്നുമില്ല. ഇത് നേരെ ചെന്നെത്തുന്നത് ചീരാലിലേക്കാണ്. എന്തായാലും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വഴിയും പിന്നെ വഴികളൊക്കെയാണ്. ഇവിടെയൊക്കെ കാട്ടാന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. പിന്നെ റോഡ് വേൾഡൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതേ ഭൂപ്രകൃതി തന്നെയാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങളും അതൊക്കെ ആയിട്ടുള്ള സ്ഥലം. റോഡ് മൊത്തം കുഴിയാണല്ലോപ്പാ. എങ്ങനെ പോവും? റോഡ് മൊത്തം കുഴിയാ. അതിൽ ബസ്സേ പോകാൻ പറ്റുള്ളൂ. അയ്യോ, അടി ഇടിക്കുമോ വണ്ടീനെ? പക്ഷെ വണ്ടി കുറെ എസ്കേപ്പ് ആയുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുഴിന്നൊക്കെ. മീൻസ് അങ്ങനെ പെട്ടെന്ന് അടി ഇടിക്കുന്നൊന്നുമില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച്. പക്ഷെ നമ്മളെ സാധാരണ ചെറിയ വണ്ടികൾക്കുള്ളതിനേക്കാളും ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റോഡിന്റെ അവസ്ഥ ആണല്ലോ ഭയങ്കര കടങ്ങു പോലെ. പക്ഷെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി കയറിയ അങ്ങനെ ഇറങ്ങി കയറി പോകുന്നുണ്ട്, കുഴപ്പമില്ല.
അടി എവിടെയെങ്കിലും ഇടിക്കുന്ന സൗണ്ട് ഇതുവരെ ഞാൻ കേട്ടില്ല. ഓക്കെ, ഇവിടൊക്കെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ആൾക്കാർ ബസ് കാത്തിക്കുന്നുണ്ടോ? അവിടുത്തെ ട്രൈബൽസ് തോന്നുന്നു, അവരെ വില്ലേജ് ആണെന്ന് തോന്നുന്നു. അവർ ബസ് കാത്ത് നിൽക്കണോ? നിങ്ങളവിടെ കോളനി ഉണ്ടോ? കോളനി വീടാ കാണാൻ പറ്റുമോ പോയാല്? ഓക്കെ, അങ്ങനെ ബസ് ഇതിൽ കൂടെ വന്നിട്ടാ അവരൊക്കെ ബസ് കയറാൻ വേണ്ടി. കണ്ടില്ലേ, ഈ ഒരു ബസ്സാണ് ബത്തേരി നിന്ന് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നതാണ്. അത് ഇതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് അയ്യങ്കൊല്ലി പോകുന്ന ബസ്സാണ്. അയ്യങ്കൊല്ലി വരെ പോയിട്ട് മടങ്ങി വരും. അപ്പോൾ ഈ ബസ് ദിവസം ഒരു 5 ട്രിപ്പ് കൂടുതൽ അടിക്കുന്നതെന്നാണ് പറയണത് ഈ റൂട്ടിലൂടെ. ഈ ആൾക്കാരൊക്കെ അതിന് കാത്തു നിൽക്കായിരുന്നു. അത് പോയി. ഞാനിവിടെ വണ്ടി ഇവിടെ സൈഡാക്കി. ഇവിടെ ബസ് കാത്തുനിന്ന് ചെയ്യുന്നില്ല. കുറച്ച് ട്രൈബൽസ് അവർ പറഞ്ഞു ഞങ്ങൾ പിന്നെ വീടൊക്കെ ഒന്ന് കാണണം, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ്, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് നമ്മുടെ ഒരു വീടൊക്കെ ഉണ്ടല്ലേ, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ചെറിയൊരു കോളനി ഉണ്ട്, അതൊന്ന് പോയി കാണാം. അതിലും വയനാട്ടിൽ ഉള്ള ട്രൈബൽസിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ നമുക്ക്. ബൈക്കൊക്കെ നിർത്തിച്ചിട്ടുണ്ട്. ഇതിവിടെ വരെ കുടിവെള്ള പദ്ധതിയാന്ന് തോന്നുന്നു. പൈപ്പിന് ഓസ് ഇട്ടിട്ടുണ്ടല്ലേ, അങ്ങോട്ട് ഓസ് വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സ്ഥലത്തിൻ്റെ പേര് ഇരുമുടി അല്ലേ? ഇരുമുടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ജസ്റ്റ് ഒരു 4 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അത് ഒരു ഒറ്റ ലൈൻ പോലെ ഒറ്റ ഒരു വീടാണ്. അതിൽ 4 കുടുംബങ്ങൾക്ക് ഓരോ പോർഷനായിട്ട് പിരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇത് ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് കുമാരൻ. നിങ്ങളിവിടെ താമസിക്കുന്ന ആൾ തന്നെയല്ലേ? ഓക്കെ. കുട്ടികൾ ഒക്കെ ആയിട്ട് എല്ലാ 4 വീട്ടിലും ആളുണ്ടല്ലേ? ആളുണ്ട്. അപ്പോൾ വേറെ പരിസരത്ത് വേറെ ആൾക്കാരൊന്നുമില്ല? കുടുംബങ്ങൾ ഈ കോളനി അല്ലാതെ വേറെ അവിടെയാണ് ഒരു കോളനി. വേറെ കോളനി. അത് വേറെ കോളനി ആയിരിക്കും അല്ലേ? നിങ്ങൾ ഏതാണ്? ഏത് ട്രൈബാണ്? മറ്റേ ചോല എന്താ നിങ്ങളെ വിഭാഗത്തിൻ്റെ ഒരു പേര് പറയുമല്ലോ? പണിയറാ? ആ ശരി. പണിയർ വിഭാഗക്കാരാണ് ഇവർ. അടി മുതൽ മൂട് വരെ നോട്ടം. അപ്പോൾ എന്താ ഇവരിവിടെ താമസിക്കുന്നത്? ഇവർ വീടും സൗകര്യങ്ങളൊക്കെ തന്നെ. കറണ്ടൊക്കെ ഉണ്ടോ? കറണ്ട് ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെ വീട് കുറവാ ഇവിടെ. പിന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വീട് വേറെ ആൾക്കാരുണ്ടോ? വീടില്ലാത്തവരുണ്ടോ ഇവിടെ? ഓ ശരി. 2-3 കുടുംബമൊക്കെ. ഒരു കുടുംബത്തില് 2-3 കുടുംബമുണ്ട്. ഓ, ഒരു വീട്ടില് 3 കുടുംബമൊക്കെ ഒരുമിച്ച് താമസിക്കുകയാണ് വീടില്ലാത്തതുകൊണ്ട്. ഓ, അപ്പൊ അത് ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. 3 കുടുംബം ഒരു വീട്ടിൽ താമസിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവരിവിടെ ഭയങ്കര തിങ്ങിയാണ് താമസിക്കുന്നത്. കാരണം ഇവർക്ക് വീട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. കാരണം ഒരു വീട്ടിൽ തന്നെ 3 കുടുംബങ്ങളോ 4 കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുകയാണ്. അത് വീടുകളില്ലാത്തതുകൊണ്ട്. അതാണ് ഒരു അവസ്ഥ. പിന്നെ കുറച്ച് ദൂരത്ത്, കുറച്ച് വിട്ടായിട്ട് മറ്റൊരു കോളനിയിൽ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ? നമ്മൾ സ്റ്റാലിൻ അയ്യൻ്റെ ഫോട്ടോ ഒക്കെ ആണല്ലോ അവിടെ വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത്ര നേരം സുഹൃത്തുക്കളെ, ഞാനിത് കേരളത്തിന്റെ പരിധിയിൽ പെടുന്ന പിന്നെ അല്ലല്ല എനിക്കറിയാം, ഞാൻ ഓർത്തില്ല. കേരളത്തിലുള്ള റോട്ടിലൂടെ പോകുമ്പോൾ ഞാൻ ശരി കേരളത്തിൽ. അപ്പോൾ ഇത് തമിഴ്നാട്ടിൻ്റെ പരിധിയിൽ പെടുന്ന സ്ഥലമാണ് അത്ര ഈ ഇങ്ങോട്ടുള്ള ഭാഗം. അപ്പോൾ ഇവരൊക്കെ തമിഴ്നാട് മേലെ കാണുന്ന പൂളക്കൊണ്ട് പറഞ്ഞ സ്ഥലം നമ്മൾ കണ്ടല്ലോ, അത് കേരളത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ദിസ് ഈസ് തമിഴ്നാടാണ്. ഇവർ ഇവിടെ അവിടുത്തെ, അതായത് തമിഴ്നാടിൻ്റെ കുറച്ച് ഉൾഭാഗങ്ങളിൽ അവിടെ ഗൂഡല്ലൂർ ഏരിയകളിലൊക്കെ ഉള്ള ട്രൈബൽ കോളനികളിൽ നടക്കുന്ന പോലത്തെ വികസനങ്ങളോ അവർക്കുള്ള സൗകര്യങ്ങളോ ഒന്നും ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല. ഇത് ഒരുപാട് അറ്റത്തുള്ള ഒരു ഇതാണ്. കാരണം ഈ നമ്മുടെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാ ട്രൈബ്സിനും വീടുകൾ എല്ലാവർക്കും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വീട് ഇതുവരെ കെട്ടിക്കൊടുത്തിട്ടില്ല. അവർ ശ്രദ്ധ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്.
കാരണം ചില ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഒക്കെ റിപ്പോർട്ടൊക്കെ എഴുതിയെടുത്തിട്ട് പോവാറുണ്ടെന്നല്ലാതെ ഇവർക്ക് ഇതുവരെ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്ക് വീടില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റേ കക്കൂസ് സൗകര്യങ്ങളും ഇല്ല. പിന്നെ 10-15 വർഷം മുമ്പ് ഇവർക്ക് ഇവിടെ പഞ്ചായത്തിൻ്റെ വക വലിയൊരു ടാങ്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്, അതിൽ വെള്ളമുണ്ട്. പിന്നെ വേറൊരു അസോസിയേഷൻ്റെ കീഴിൽ ഇവർക്ക് ചെറിയ ടാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വലിയ ടാങ്കിൽ നിന്ന് ഇവർ ചെറിയ ഓസ് ഇട്ടാണ് ഇങ്ങോട്ട് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓസ് പല ഭാഗത്തും ലീക്കായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം എത്തിച്ചേരാത്തൊരു പ്രശ്നമുണ്ട്. കാരണം വെള്ളം വെറുതെ വേസ്റ്റായി പോവാണ്. വെള്ളമുണ്ട്, കിണറുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബട്ട് വന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് എത്തിക്കുമ്പോൾ ഉള്ള ഈ പൈപ്പിൻ്റെ ലീക്ക് കാരണം ഇവർക്ക് വന്നിട്ട് വെള്ളം ശരിക്കും എത്തുന്നില്ല. ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. കണ്ടില്ല, ഈ കിടക്കുന്നതെല്ലാം അവിടെ നിന്ന് വരുന്ന ഓസുകളാണ്. ഈ ഓസെല്ലാം ലീക്കാണ്, എല്ലാ ഭാഗത്തും പൊട്ടി കിടക്കുകയാണ്. അതിലെല്ലാം വെള്ളം പുറത്തു വരണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവർക്ക് പരിഹരിക്കപ്പെടേണ്ട അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഞാൻ കേരളത്തിൻ്റെ പരിധിയിൽ പെടുന്ന ട്രൈബൽസ് വില്ലേജാണെന്ന് വിചാരിച്ചിട്ട് വന്നത് നോക്കിയതാണ്. അപ്പം നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രൈബൽസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം ബോർഡർ ഉണ്ട്, ഏരിയ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചെക്ക് പോസ്റ്റും ഇത് മാത്രം കണക്കാക്കിയിട്ട് വിചാരിക്കുമ്പോൾ അതിർത്തികളൊക്കെ പല സ്ഥലങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ റോഡ് കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഇത് ചീരാൽ പോകുന്നത്. എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മളവിടുന്ന് പുറപ്പെട്ടു. ഇനി ഈ റോഡിനോട് കുറച്ച് ദൂരം അങ്ങനെ പോയി നോക്കാം. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, മഴ പെയ്യാൻ തുടങ്ങി. കണ്ടില്ലേ, മഴച്ചാറൽ വരുന്നു. റോഡ് മൊത്തം കുഴിയാണല്ലോ. അയ്യോ, ഇങ്ങോട്ടൊക്കെ വീടുകൾ, കൃഷിയിടങ്ങൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇനി അങ്ങോട്ട് പോകെ വീടുകളും ഒക്കെ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചീരാലിൻ്റെ ഭാഗമാണ്. റോഡിൽ ഫുൾ കുളമാണ്, കുളം. കുരുമുളക് ഉണ്ടല്ലേ, വയനാടൻ കുരുമുളക് ഭയങ്കര ഫേമസ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ വാങ്ങിച്ച് അയച്ചു തരാം. അയ്യോ, റോഡ് അവസ്ഥ. വീണ്ടും നമ്മളെ പുൽമേടുകളെത്തി. റോഡിന്റെ രണ്ട് സൈഡിലും പുല്ലാണ്. ഇങ്ങോട്ട് ഫോറസ്റ്റ് ആട്ടോ, പറമ്പൊന്നുമില്ല, മൊത്തം ഫോറസ്റ്റ് ആണ്. ആ ട്രൈബൽ കോളനിയിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ആനൊന്നും ഇവിടെ വരലില്ല എന്നാ പറഞ്ഞത്. വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാല് സ്ഥിരം ആന വരുന്ന സ്ഥലം പോലെ ഉണ്ട്. അത് കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ ഇറങ്ങിയാൽ നെൽപ്പാടങ്ങളും ഒക്കെയുള്ള സ്ഥലം. അടിപൊളി ലാൻഡ്സ്കേപ്പേ മാറി. അപ്പോൾ വയല് പോലത്തെ സ്ഥലത്തെത്തി, വയലിലെത്തി. റോഡൊക്കെ വാഴ കൃഷി, വാഴ വിട്ട് കഴിഞ്ഞു. ഇപ്പുറത്തേക്ക് നെൽപ്പാടാണ്. ഇവിടെ വാഴ വെച്ചിട്ടുണ്ട്, കവുങ്ങ് അങ്ങനെ നിൽക്കുന്നു. അടിപൊളിയായിട്ടുള്ള സ്ഥലം. എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതിലൂടെ ഒക്കെ കാണാൻ പറ്റുള്ളൂ, അല്ലാതൊക്കെ ആര് വരാനതില്ലേ. ഇതിലൂടെ ബസ് വരുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ചെറിയ ഇത്തിരി പോകുന്ന വീതി കുറഞ്ഞ റോഡ്,
അതിൽ ബസ് വരുന്നുണ്ട് എന്തായാലും. ഇവിടത്തൊക്കെ വീടുകളുണ്ടോ, ചെറിയ വീടുണ്ടോ? ഇവിടുത്തെ കൃഷി ചെയ്യുന്ന ആളുകളുടെ വീടാണ്. അടിപൊളിയായിട്ടില്ലേ? ഇവിടെ ഒരു വീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എല്ലാം നശിച്ചുപോയി. കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ സ്വാഗതം നെന്മേനി ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ നമ്മൾ നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലേക്ക് പ്രവേശിച്ചു. ഇതൊക്കെ കേരളമാണ്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഇവിടെ കടയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു കടയും ഒക്കെയുള്ള സ്ഥലം. ഓക്കെ, ഈ ഒരു കയറ്റാണ്. കയറ്റുന്നുണ്ടല്ലോ, കയറില്ലേ പറ്റൂ, കയറാം. അങ്ങനെ കയറ്റം നമ്മൾ കയറുന്നു. കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെന്താ നോക്കാലോ. കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതേപോലെ പറമ്പുകളും തന്നെ. ഈ ഭാഗത്തേക്കൊക്കെ കുന്നാണ്. ചീരാൽ വരെ പോവാം. ഈ ഭാഗത്ത് കടകളും അങ്ങാടി, ചായക്കട അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഒരുപാട് വീടുകളുടെ മുറ്റത്ത് വീടിന്റെ ഒരു മുറി ഭാഗം കടയാക്കിയിട്ടുള്ള മാതിരി ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു. പിന്നെ കുറെ വീടുകൾ പൊളിഞ്ഞു പോയ വീടുകൾ ഒക്കെ കണ്ടു, താമസം ഒഴിവാക്കിയ പോലെ. പിന്നെ കുറച്ച് ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല നല്ല വീടുകളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഈ അതിർത്തി ഗ്രാമങ്ങൾ. നമ്മൾ ചീരാലെത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദൂരം കാണും, 2-3 കിലോമീറ്റർ ഉണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ അവസാനം നമ്മൾ ചീരാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ചീരാൽ. അതൊക്കെ വയനാടിന്റെ അതിർത്തിയിലുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ പട്ടണം തന്നെയാണ് ഈ ചീരാൽ എന്ന് പറയുന്നത്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ. അപ്പോൾ നമ്മൾ ചീരാലിലെത്തി. ഓക്കെ, ദിസ് ഇസ് ചീരാൽ. കണ്ടില്ലേ, ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടൗണാണ്. ചെറിയ ടൗണാണ്, പക്ഷെ എൻഡിലുള്ള. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്പ്യാർകുന്ന് എന്ന് ഒരു ബോർഡർ, തമിഴ്നാട് ബോർഡറും കൂടെ കഴിഞ്ഞാൽ വയനാടിൻ്റെ അതിർത്തി അതോടുകൂടി തീർന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ചീരാൽ. ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടില്ലേ. അപ്പോൾ ചീരാലിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒറ്റൊരു സ്ഥലം കൂടെ ഉള്ളൂ, നമ്പ്യാർകുന്ന്. നമ്പ്യാർകുന്നോട് കൂടി വയനാട് അവസാനിക്കും. പിന്നെ നമ്പ്യാർകുന്നിൻ്റെ തന്നെ തമിഴ്നാടിൻ്റെ ഭാഗം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോവും. തേയിലപ്പൊടി, ഊട്ടിവർക്ക് ഈ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകളൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അതിന് ആഴ്ചയിൽ ഒരു 1-2 ദിവസം ഞാൻ കൊറിയർ അയക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓർഡർ കളക്ട് ചെയ്തിട്ട് വെക്കുകയാണ്. പിന്നെ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം മുതലേ എത്തിയെന്ന് ചോദിച്ചിട്ട് ചിലരൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയണത്, ഞാനിത് നിങ്ങൾ ഓർഡർ തരുമ്പോൾ അപ്പം തന്നെ ഞാനിത് അയക്കുന്നതല്ല, ഞാൻ യാത്രയിലൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം മേടിച്ച് ഓർഡറുകളെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ചാണ് ഞാൻ അയക്കുന്നത്. പിന്നെ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ബിസിനസ് ഒന്നുമല്ല, നമ്മളിത് വാങ്ങിച്ച് സ്റ്റോക്ക് വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതാത് സമയത്ത് നിങ്ങൾ പൈസ അയക്കുമ്പോൾ ഞാൻ ആ പൈസ കൊടുത്ത് അപ്പം മേടിച്ചിട്ട് അത് മാത്രം അയക്കണം. അല്ലാതെ 1 കിലോ പോലും ഞാനിത് വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കുന്നില്ല. എല്ലാം ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് അപ്പം മേടിച്ചിട്ട് അയക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് സഹകരിക്കണം. ചിലർ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നൊക്കെ ചോദിക്കും. നമ്മളിത് അത്ര വലിയ ഓൺലൈൻ സർവീസ് ഒന്നുമല്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള ചെറിയൊരു ബിസിനസ്, അത്രേ ഉള്ളൂ. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ, ഇതുവരെ ഒന്നും നമുക്കൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ഭാവിയിൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് അതിനോട് എല്ലാവരും സഹകരിക്കണം. എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെയെന്നുള്ളതൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചീരാൽ പിന്നിട്ട് കുടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുക്കി നിന്ന് ഈ റോഡ് നേരെ പോകുന്നത് നമ്പ്യാർകുന്ന് ഭാഗത്തേക്കാണ്. പക്ഷെ നമ്മൾ ഇതുവഴി ഒരു ഷോർട്ടിന് കയറിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.